Good morning. Good morning. ഞാൻ പറയുന്നത് കേൾക്കാം. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനും കൂടി ഒന്ന് നോക്കിയേ. ഓക്കെ ആണോ? ക്ലിയർ ആണോ എന്ന് നോക്കിയേ. യെസ്, ഓക്കെ ആണ് അല്ലേ? ഓക്കെ. അപ്പോ ഇന്നലെ നിങ്ങൾക്ക് പിജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നോ? എന്നെ പരിചയമുണ്ടോ? കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പരിചയമുണ്ടോ? രമ്യ മിസ്. അതായത് നമ്മുടെ 12-13 ബാച്ചിലെ കുട്ടികൾക്ക് അറിയാൻ പറ്റും അല്ലെ? 11ൽ നിന്നുള്ള കുറച്ച് കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 12-13 ബാച്ചിലാണ് അല്ലെ? ഓക്കെ. അവരോട് പ്രത്യേകം പറയണ്ട, എന്തായാലും എന്നെ അറിയാതിരിക്കില്ല. എന്നാലും അപ്പോ എന്നെ അറിയാം. എന്റെ പേര് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുക കേട്ടോ. എന്റെ പേര് രമ്യ എന്നാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 12-13 കുട്ടികൾക്കൊക്കെ ഓൾറെഡി അറിയാം. ഞാൻ എല്ലാ ക്ലാസ്സിലും ആദ്യം പറയുന്ന കാര്യമാണ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ എടുക്കുന്നത് അന്നു തന്നെ നമ്മൾ വായിച്ചു വെക്കുക. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കുറച്ച് കുട്ടികൾ ഒക്കെ ലൈവിൽ പറ്റുന്നവരൊക്കെ ലൈവിൽ കയറുണ്ട്. അപ്പൊ ലൈവ് ക്ലാസ് കഴിഞ്ഞ് നമ്മളിപ്പോ കറക്റ്റ് ആയിട്ട് അത് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ അന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ, നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എക്സാമിന് അല്ലേ? അപ്പൊ പിന്നെ എക്സാം വരുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പഠിക്കാനും. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് തന്നെയാണ്. നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ട. നമ്മുടെ HAയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീണ്ടും ഫസ്റ്റ് ക്ലാസ് ആണ്. ഇനി ഒന്നുകൂടി ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ വാങ്ങിച്ചു വെക്കുക. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേറെ ഇനിയിപ്പോ അധികം കാര്യങ്ങളൊന്നുമില്ല. കുറെ കൂടി സനില, കഥയെ തമ്പറ്റുണ്ട്, കുറെ കുട്ടികളൊക്കെ എനിക്ക് പരിചയമുണ്ട്. പേരുകള് നമുക്കറിയാലോ. നേരിട്ട് നിങ്ങളെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ PGയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചില്ലേ? HAയിലെ ഇൻട്രൊഡക്ഷൻ, then history of hospitals, പിന്നെ ക്ലാസിഫിക്കേഷൻ, ഹെൽത്ത് കെയർ സിസ്റ്റം, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് 1ഉം 2ഉം ചാപ്റ്ററുകൾ വരുന്നത് കേട്ടോ. നമ്മൾ HA പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒന്നുകൂടിയൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ഓർക്കുന്നില്ലേ? ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി ഒക്കെ നമ്മൾ പഠിച്ചത്, ക്ലാസിഫിക്കേഷൻ, ഹെൽത്ത് കെയർ സിസ്റ്റം, അതിൽ നിന്നൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഇത് PGയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ. ഓക്കെ. ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ 1 ആണ്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. എന്താണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് കോൺസെപ്റ്റ്? ആശയം അല്ലേ? അതായത് നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാന ആശയം. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു അടിസ്ഥാന ആശയം. എന്താണ് ഹോസ്പിറ്റൽ? എന്താണ് ഹോസ്പിറ്റൽ? നമ്മൾ അവിടെ പഠിച്ചല്ലേ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പല ഡെഫിനിഷൻസ് പഠിച്ചു അല്ലെ? ഹോസ്പിറ്റലിന് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ അതിന് എന്താണ് നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്? ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. എ ഹോസ്പിറ്റൽ ക്യാൻ ബി ടെക്നിക്കലി ടേംഡ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യൂറിംഗ് വേരിയസ് ഇൽനസ്. നമുക്കറിയാം എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ? ടെക്നിക്കലി ടേംഡ് ആസ്, നമ്മളൊരു സാങ്കേതികമായി നമ്മൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താണ്? ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ? അവിടെ എന്താ ചെയ്യുന്നേ? ക്യൂറിംഗ് വേരിയസ് ഇൽനസ്. ക്യൂറിംഗ് എന്ന് വെച്ചാൽ എന്താ? സുഖപ്പെടുത്തുക. ക്യൂറിംഗ്, CURING, സുഖപ്പെടുത്തുക. വേരിയസ് ഇൽനസ്, പലതരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത് നമ്മള്? ഹോസ്പിറ്റൽ ക്യാൻ ബി ടെക്നിക്കലി ടേംഡ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യൂറിംഗ് വേരിയസ് ഇൽനസ്. പലതരത്തിലുള്ള രോഗങ്ങൾ. ഒരു രോഗം മാത്രമാണോ?
എന്തൊക്കെ രോഗങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അല്ലെ ഓരോ പേഷ്യൻസ് എത്തുന്നത്? പലതരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. അവിടെ നമുക്ക് മോക്ക് ടെസ്റ്റിൽ ചോദിക്കാം, നമുക്ക് എക്സാമിനും ചോദിക്കാം. ഓക്കെ, ഡാഷ് ക്യാൻ ബി ടെക്നിക്കലി ടെൻഡേഴ്സ്. അത് കണ്ടാൽ തന്നെ അറിയാലോ എല്ലാവർക്കും ക്ലിയർ അല്ലേ അത്? അല്ലേ, നിങ്ങൾ പോയിട്ടില്ലേ ഹോസ്പിറ്റലില്? എന്തിനാ പോയേക്കുന്നേ? പല രോഗങ്ങളൊക്കെ വരുമ്പോ അല്ലെ ട്രീറ്റ്മെന്റ് എടുക്കാനും അല്ലെ ഡോക്ടർ കാണാനും ഒക്കെ ആയിട്ടല്ലേ ഹോസ്പിറ്റലിൽ പോയേക്കുന്നേ. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ത് ചെയ്യുന്നത്? പലതരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓക്കെ, ഇനി 11th ബാച്ചിലൊക്കെ കയറിയ കുട്ടികൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറയണം കേട്ടോ. 12, 13 കുട്ടികൾക്ക് അറിയാം ഓൾറെഡി. എന്താ പറയാ, ഞാൻ എടുക്കുന്നതും എന്റെ രീതികളും അവരിപ്പോ 5-6 മാസമായിട്ട് എന്നെ കണ്ടുകൊണ്ട് ക്ലാസ് എടുക്കുന്നതാണ്. ഇനി പുതിയതായിട്ട് കയറിയിട്ടുള്ള കുട്ടികള് അതായത് എന്നെ പരിചയമില്ലാത്തവര് ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിടാ കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ക്ലിയർ ആവുന്നില്ലെങ്കിൽ മിസ്സേ ഒന്നോട് പറയാനായിട്ട് പറയുക. ഫസ്റ്റ് സെന്റൻസ് ക്ലിയർ ആണ് അല്ലെ? നമുക്കറിയാവുന്നതാണ്, അണ്ടർലൈൻ ചെയ്തിടാം. ഇനി നെക്സ്റ്റ് നോക്കിയേ, സെക്കൻഡ് സെന്റൻസ് നോക്കിയേ. whereas practically it can be termed as a service industry. ഇത് എന്താണ് ശരിക്കും? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? ഒരു സർവീസ് ആണ് അല്ലെ, ഒരു സേവനമാണ് ശരിക്കും. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രി, ഒരു സേവന വ്യവസായമാണ്. വിച്ച് ഓഫേഴ്സ്, അത് എന്ത് വാഗ്ദാനം ചെയ്യുന്നു? ഓഫർ ചെയ്യാന്ന് വെച്ചാൽ വാഗ്ദാനം ചെയ്യുക. വിച്ച് ഓഫേഴ്സ് എ ഗാലക്സി ഓഫ് സർവീസസ് ടു ദ സൊസൈറ്റി. ഗാലക്സി എന്ന് പറഞ്ഞ എന്താ? ഗ്രൂപ്പ്. ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, അറിയില്ലാത്തവര് മീനിങ് ഒന്ന് എഴുതി വെക്കുക. ഒരു കൂട്ടം സർവീസുകള്, ഒരു കൂട്ടം സർവീസുകളെ, ഗ്രൂപ്പ് ഓഫ് സർവീസ് ടു ദ സൊസൈറ്റി അല്ലെ? സൊസൈറ്റിക്ക്, നമ്മുടെ സമൂഹത്തിന് ഒരു കൂട്ടം സർവീസുകള് ഓഫർ ചെയ്യുന്ന, വാഗ്ദാനം ചെയ്യുന്ന ഒരു സേവന വ്യവസായമാണ് ഏതെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? വിച്ച് ഓഫേഴ്സ് എ ഗാലക്സി ഓഫ് സർവീസസ് ടു ദ സൊസൈറ്റി. സമൂഹത്തിന് ഒരു കൂട്ടം സർവീസുകള് ഓഫർ ചെയ്യുന്ന ഒരു സേവന വ്യവസായമാണ് ഹോസ്പിറ്റൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഓഫേഴ്സ് എ ഗാലക്സി ഓഫ് സർവീസസ് ടു ദ സൊസൈറ്റി. ഒരു സർവീസ് മാത്രമാണോ തരുന്നേ? അല്ല അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസസ്, ഒരു കൂട്ടം സർവീസുകൾ. ആർക്ക്? സൊസൈറ്റിക്ക് അല്ലെ? സമൂഹത്തിന് ഒരു കൂട്ടം സർവീസുകൾ ഓഫർ ചെയ്യുന്ന ഒരു സേവന വ്യവസായമാണ് ഏത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ഓഫേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് സർവീസസ്. ഹോസ്പിറ്റൽ എന്ത് ഓഫർ ചെയ്യുന്നു? ഒരു വൈഡ് റേഞ്ച് അല്ലെ, വിപുലമായ സേവനങ്ങള് ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ഓഫേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് അല്ലെ? നിങ്ങൾക്കറിയാം ഹോസ്പിറ്റലിന് പലതരത്തിലുള്ള സർവീസുകൾ തരുന്നുണ്ട് അല്ലേ? പലതരത്തിലുള്ള സർവീസുകൾ തരുന്നുണ്ട്. ഒരു വൈഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? വിപുലമായ അല്ലെ? ഹോസ്പിറ്റല് ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സർവീസ് ഹാസ് ഡിഫറെന്റ് മീനിങ്. ഇനി സർവീസ് എന്ന് പറയുന്നത് എന്താണ്? സർവീസിന് പല മീനിങ് ഉണ്ട്. സർവീസ് എന്ന് പറഞ്ഞ ഒരു സേവനം എന്ന് പറഞ്ഞാൽ അതിന് പല മീനിങ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതിന് സർവീസിന് പല മീനിങ് ഉണ്ട്. നോക്കിയേ, അക്കോർഡിംഗ് ടു എ പേഴ്സൺ ഹു തോട്ട് അബൌട്ട് ദാറ്റ്. എന്താ പറഞ്ഞേക്കുന്നേ? അപ്പൊ ഞാൻ എന്താണ് സർവീസിനെ കുറിച്ച്, എന്റെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, അതാണ് എനിക്ക് സർവീസിന്റെ മീനിങ് വരുന്നത്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ജിനോ അവിടെ ചിന്തിക്കുന്നത് അല്ലെ? അപ്പൊ അതായത് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പേഴ്സൺ അനുസരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയെ കുറിച്ച്, വ്യക്തിയെ അടിസ്ഥാനമാക്കി, ആ പേഴ്സണെ അടിസ്ഥാനമാക്കി സർവീസിന് എന്തുണ്ട്? പല അർത്ഥങ്ങളുണ്ട്. കണ്ടോ? സർവീസ് ഹാസ് ഡിഫറെന്റ് മീനിങ്. എന്തിനു ബേസ് ചെയ്തിട്ടാ പറഞ്ഞേക്കുന്നേ? അക്കോർഡിംഗ് ടു ദ പേഴ്സൺ ഹു തോട്ട് അബൌട്ട് ദാറ്റ്. അതിനെ കുറിച്ച് ചിന്തിച്ച വ്യക്തി അല്ലെ, ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അനുസരണമായിട്ട് ആ സർവീസിന് പല മീനിങ് പറയുന്നുണ്ട്. ആക്ച്വലി എ സർവീസ് ഈസ് ഡിഫൈൻഡ് ആസ് ആക്ട് ഓർ പെർഫോമൻസ്. സർവീസ് എന്ന് പറഞ്ഞ എന്താണ്? എങ്ങനെ നമുക്ക് സർവീസിനെ ഡിഫൈൻ ചെയ്യാം? ആസ് ആൻ ആക്ട്. ഇതൊരു പ്രവൃത്തി. ആക്ട് ഓർ പെർഫോമൻസ്, ഒരു പ്രവൃത്തിയോ ഒരു പ്രകടനമോ ആണ്. പ്രകടനം
പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പ്രകടനം. ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു പ്രകടനമാണ് ഓഫേർഡ് ബൈ വൺ പാർട്ടി ടു അനദർ. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് ഓഫർ ചെയ്യുന്ന അല്ലെ അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസ് ആകാം. അതാണ് ഏതെന്ന് പറയുന്നത് സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് സർവീസിന് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന? ഒരാള് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അല്ലെ. ഞാനിപ്പോ അഭിരാമിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരാണ്, അത് സർവീസ് എന്ന് പറഞ്ഞ എന്താ? ഞാന് അഭിരാമിക്ക് തരുന്നതാണ് അല്ലെ. ഒരു പാർട്ടി വേറൊരാൾക്ക് ഓഫർ ചെയ്യുന്നതാണ്, വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാകാം, അല്ലെങ്കിലോ എന്തെങ്കിലും പെർഫോമൻസ് ആകാം. അതാണ് സർവീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി ഇൻവിസിബിൾ. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ സെന്റൻസ്. സർവീസ് ഈസ് ബേസിക്കലി ഇൻവിസിബിൾ. സർവീസ് എങ്ങനെ ഇൻവിസിബിൾ ആണ്? ഇൻവിസിബിൾ എന്ന് വെച്ചാൽ എന്താ? ഇൻവിസിബിൾ എന്താ? അദൃശ്യമാണ്. അതായത് എന്താണ്? അത് നമുക്ക് എന്താ കണ്ട് അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന അങ്ങനെയല്ല. അത് ആ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഫീൽ ചെയ്യാൻ പറ്റുന്ന, അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതാണ് ബേസിക്കലി ഇൻവിസിബിൾ എന്ന് പറയുന്നത്. സർവീസ് എങ്ങനെയാണ്? അതങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സർവീസ് ഈസ് ബേസിക്കലി ഇൻവിസിബിൾ. സർവീസ് എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ ആണ്, അദൃശ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? എന്താണ്? സർവീസിന് നമുക്ക് അനുഭവിച്ചറിയാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെ, എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അതെന്താ? ഇൻടാഞ്ചിബിൾ ആണ്. INTANGIBLE. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞ ഏതാണ്? അദൃശ്യം അല്ലെ. അദൃശ്യം, ഇൻവിസിബിൾ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആണെന്ന് പറയുന്നത് അല്ലെ. അതെന്താ പറഞ്ഞേക്കുന്നേ? സർവീസ് എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു ആക്ട് അല്ലെങ്കിൽ പെർഫോമൻസ് ആണ്. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു ആക്ട്, ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ പ്രകടനമോ ആണ് സർവീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് നേരെ ഇൻവിസിബിൾ ആണെന്നാ പറഞ്ഞേക്കണേ. നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെങ്ങനെയാണ്? അത് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ, അത് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് സർവീസ് ഈസ് ബേസിക്കലി ഇൻവിസിബിൾ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ്? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പൊ അതിനകത്ത് നിന്ന് നമ്മൾ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രി അതെന്താ ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസസ്, ഒരു സർവീസ് മാത്രമല്ല തരുന്നേ അല്ലേ, ഒരു കൂട്ടം സർവീസുകൾ സൊസൈറ്റിക്ക് തരുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓഫേഴ്സ് എ ഗാലക്സി ഓഫ് സർവീസസ് ടു ദ സൊസൈറ്റി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റല് വിപുലമായിട്ടുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അല്ലെ. വൈഡ് റേഞ്ച് ഓഫ് സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്. സർവീസിന് പല മീനിങ് ഉണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിനെ അനുസരിച്ച് അതിന്റെ മീനിങ്ങിൽ വ്യത്യാസം വരാം. യഥാർത്ഥത്തില് നമ്മൾ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരാള്, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയെയോ അല്ലെങ്കിൽ പെർഫോമൻസിനെയോ ആണ് അല്ലെ. ആക്ട് ഓർ പെർഫോമൻസ് ഓഫേർഡ് ബൈ വൺ പാർട്ടി ടു അനദർ. അതുകൊണ്ട് തന്നെ സർവീസ് എങ്ങനെയാ? ബേസിക്കലി എങ്ങനെയാണ്? ഇൻവിസിബിൾ അല്ലെ. അത് അദൃശ്യമാണ്. എന്താ? നമുക്ക് കാണാൻ പറ്റില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. സർവീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇൻവിസിബിൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് അല്ലെ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. As mentioned before, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റൽ പ്രൊവൈഡ് ഗാലക്സി ഓഫ് സർവീസസ്. ഹോസ്പിറ്റൽ എന്ത് തരുന്നു? ഒരു കൂട്ടം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ പ്രൊവൈഡ് ഗാലക്സി ഓഫ് സർവീസസ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഒന്നുകൂടി അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. ഹോസ്പിറ്റൽ പ്രൊവൈഡ്സ് എ ഗ്രൂപ്പ് ഓഫ്, ഒരു കൂട്ടം സർവീസുകൾ ഈ ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. And the recipient of the service. ഈ സർവീസിന്റെ റിസിപ്പിയന്റ് എന്ന് പറയുന്നത്, അത് സ്വീകരിക്കുന്നത് ആരാണ്? ആരാണ് ഈ സർവീസ് സ്വീകരിക്കുന്ന? ഹോസ്പിറ്റലിലെ സർവീസ് സ്വീകരിക്കുന്നവരാരാ? പറഞ്ഞേ, ആരാണ് സർവീസ് സ്വീകരിക്കുന്നവര്? ഓക്കെ, വെരി ഗുഡ്. ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ ഈ റിസിപ്പിയന്റ് ഓഫ് ദ സർവീസ് എന്ന് പറയുന്നത് ആരാണ്?
പേഷ്യന്റ് ആണ്. ഓർ ദ ബെനിഫിഷ്യറി അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ, ആ സർവീസിന്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ആ സർവീസ് റിസീവ് ചെയ്യുന്നവരാരാണ്? പേഷ്യന്റ് ആണ്. കണ്ടോ? അണ്ടർലൈൻ ചെയ്തിട്ടോ. ദ റെസിപ്പിയന്റ് ഓഫ് ദ സർവീസ് ഓർ ദ ബെനിഫിഷ്യറി ഓഫ് ദ സർവീസ് ബീങ് ദ പേഷ്യൻസ്. ആരാണ് ആ സർവീസിന്റെ റെസിപ്പിയന്റ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി, അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. നേഴ്സിൽ നിന്നുണ്ടാവും, ഡോക്ടറിൽ നിന്നുണ്ടാവും, പേഷ്യന്റിൽ നിന്നുണ്ടാവും, സ്റ്റാഫിൽ നിന്നുണ്ടാവും. ആരാണ് ശരിക്കും ബെനിഫിഷ്യറി എന്ന് പറയുന്നത്? ആരാണ്? അല്ലെങ്കിൽ സർവീസിന്റെ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ഇനി തെറ്റിപ്പോവാതെ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അണ്ടർലൈൻ ചെയ്തിടാം ആ സെന്റൻസ്, അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിടാം. പേഷ്യൻസ് ആണ് ആ സർവീസ് സ്വീകരിക്കുന്നവരാരാണ്? പേഷ്യൻസ് ആണ്. എ ട്രൂ സർവീസ് ആൻഡ് ദ റെസിപ്പിയന്റ് ഓഫ് ദ സർവീസസ് ആർ പേഷ്യന്റ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. A true service and the recipient of the services are dash. ആരാണ്? Patients ആണ്. A true service begins where nothing is expected in return. ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു യഥാർത്ഥത്തിലുള്ള സർവീസ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? അതെങ്ങനെയാണ് ആരംഭിക്കുന്നത്? where nothing is expected. expected എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷിക്കുക അല്ലെ? പ്രതീക്ഷിക്കുക. ഇൻ റിട്ടേൺ ഇവിടെ എന്താ? നത്തിങ് ഈസ് എക്സ്പെക്റ്റഡ്. ഒന്നും പ്രതീക്ഷിക്കരുത്. തിരിച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം ഒരിക്കലും ഒരു സർവീസ് അല്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഞാൻ സനിലേക്ക് എന്തെങ്കിലും ഞാനൊരു സർവീസ് എന്തെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ സനില് ഞാനിത് ചെയ്യുമ്പോ എനിക്കിത് തരുമായിരിക്കും എന്ന് എന്റെ മനസ്സിൽ വിചാരിച്ച് ചെയ്യുന്ന കാര്യം ഒരു യഥാർത്ഥത്തിലുള്ള സർവീസ് അല്ല, സേവനമല്ല. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്ത അല്ലെ, തിരിച്ച് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്തിടത്താണ് ശരിക്കും യഥാർത്ഥ സേവനം ആരംഭിക്കുന്നത്. ക്ലിയർ ആയോ ആ സെന്റൻസിന്റെ മീനിങ്? നമ്മള് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാത്തിടത്താണ് യഥാർത്ഥത്തിലുള്ള സേവനം, സർവീസ് ആരംഭിക്കുന്നത്. കണ്ടോ? എ ട്രൂ സർവീസ് ബിഗിൻസ് where nothing is expected in return. അണ്ടർലൈൻ ചെയ്തോ? അപ്പൊ നമ്മൾ യഥാർത്ഥത്തില് നമ്മൾ എന്താ പറയാ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്തിടത്താണ് യഥാർത്ഥത്തിലുള്ള ഒരു സർവീസ് ആരംഭിക്കുന്നത്. Then caring a person with a smile. ഇനി എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം? പേഷ്യൻസിനെ? വിത്ത് എ സ്മൈൽ, ഒരു ചിരിയോട് കൂടി. കണ്ടോ? ഈസ് കൺസിഡർഡ് ടു ബി എ ഗുഡ് സർവീസ്. അണ്ടർലൈൻ ചെയ്തിട്ടെ. കെയറിങ് എ പേഴ്സൺ വിത്ത് എ സ്മൈൽ. എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം? പേഷ്യൻസ് വന്നു, നമ്മുടെ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരുന്നോണ്ട് വേണമെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ എന്താന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു സർവീസ് ആണോ ശരിക്കും? എങ്ങനെ നമ്മൾ യഥാർത്ഥത്തിലുള്ള സർവീസ്, ഒരു ഗുഡ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെയറിങ് എ പേഷ്യന്റ് വിത്ത് എ സ്മൈൽ അല്ലെ? നമ്മളൊരു പേഴ്സൺ, നമ്മളിപ്പോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണ് പേഴ്സൺ, ഒരു പേഷ്യന്റ് എന്ന് പറയാം അല്ലെ? ഒരു വ്യക്തിയിലെ നമ്മൾ ചിരിയോടുകൂടി അല്ലെ, സ്മൈലോടുകൂടി കൺസിഡർ ചെയ്യുന്നതാണ് ഗുഡ് സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അല്ലെ? ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ കയറി ഞാനിങ്ങനെ മോന്ത കേൾപ്പിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതെന്താ പറയാ, നിങ്ങൾക്കും അത് ഇതാവില്ല, എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അല്ലെ? നമ്മളെന്താ ഒരു ചിരിയോടുകൂടി ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു കുഞ്ഞു തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ബോറടിക്കില്ല, നമുക്ക് ആ ക്ലാസ് ഇൻട്രസ്റ്റും ആയിരിക്കും. ശരിയല്ലേ? ഇപ്പൊ നിങ്ങളാണെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ നേഴ്സ് വന്ന് നമ്മളോട് ദേഷ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതാക്കി കഴിഞ്ഞാൽ നമ്മളത് ശരിക്കും ഒരു സർവീസ് എന്ന് പറയാൻ പറ്റുമോ? സർവീസ് നമുക്ക് പറയാൻ പറ്റുമോ? എന്നാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു നല്ലൊരു ചിരിയോടുകൂടി നമ്മളെ കൺസിഡർ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പകുതി അസുഖം നമ്മുടെ മാറും അല്ലേ? അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഒരു ഗുഡ് സർവീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ്. കെയറിങ് എ പേഴ്സൺ വിത്ത് എ സ്മൈൽ. എങ്ങനെ കെയർ ചെയ്യണം എന്നാ പറഞ്ഞേ? എങ്ങനെ കെയർ ചെയ്യണം? എങ്ങനെയാണോ? ആംഗ്രി ആണോ?
സ്മൈൽ അല്ലെ, അവിടെ ഓപ്ഷനുള്ളതാട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് പല ഇതായിട്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. എങ്ങനെ കെയർ ചെയ്യണം? സ്മൈലോട് കൂടി, ഒരു ചിരിയോട് കൂടി നമ്മൾ അവരെ കെയർ ചെയ്യണം, അങ്ങനെ അവരെ കൺസിഡർ ചെയ്യണം. അതാണ് ഒരു നല്ലൊരു സർവീസ് എന്ന് പറയുന്നത്. ഈ സർവീസ് ഷുഡ് ഹാവ് ആൻ സർട്ടൻ ക്വാളിറ്റീസ്. ഇനി നോക്കിയേ, ആ സർവീസിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ക്വാളിറ്റി ഓഫ് സർവീസ്, ക്വാളിറ്റി ഓഫ് സർവീസ്, സർവീസിന്റെ ക്വാളിറ്റി. നമ്മുടെ ഫ്രണ്ടിൽ തന്നേക്കുന്ന ഒരു ഹോസ്പിറ്റലിന്റെ പടം കേട്ടോ. ഉണ്ടോ? ഫ്രണ്ടിൽ ഒരു ആംബുലൻസ് വന്ന് നിൽക്കുന്നുണ്ട്, ഹോസ്പിറ്റലിന്റെ ആ സിമ്പിൾ ഉണ്ട് അല്ലെ, പ്ലസ്. നമ്മൾ ആംബുലൻസ് സർവീസ് ഒക്കെ പഠിച്ചതല്ലേ സിമ്പിളുകളൊക്കെ അല്ലെ? റെഡ് ക്രോസ് ഇതൊക്കെ പഠിച്ചല്ലേ ആംബുലൻസിലൊക്കെ? ഹോസ്പിറ്റലിന്റെ ഒരു പിക്ചർ ആണ്. പിന്നെ ഹോസ്പിറ്റൽ എന്താണ് എന്നുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ആ 2 പാരഗ്രാഫും ക്ലിയർ ആവുന്നുണ്ടോ? തിത്തിക്ക് ഓക്കെ ആണോ? ജൂലി ജോസ്, ഇവിടെ സ്ക്രീനിൽ കാണുന്ന കുറച്ച് പേര് കേട്ടോ ഞാൻ വിളിച്ചത് കേട്ടോ. ഓക്കെ ആണല്ലേ? അടുത്തതിലേക്ക് പോകാലോ. ഇനി ക്വാളിറ്റി ഓഫ് സർവീസ്, സർവീസിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. ഈ പോയിന്റ്സിൽ ക്വാളിറ്റീസ്, വാട്ട് ആർ ദ അഷ്യൂർഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഷുഡ് ഹാവ്. ഒരു സർവീസിനുള്ള യഥാർത്ഥത്തിലുള്ള അഷ്യൂർഡ് ഉറപ്പുള്ള ക്വാളിറ്റീസ്, അതായത് സർവീസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, എവരി ആക്ട് ആൻഡ് പെർഫോമൻസ് ഈസ് നോട്ട് കൺസിഡർ ആസ് എ സർവീസ്. ഇനി നമ്മൾ എല്ലാ ആക്ട്, പ്രവൃത്തിയും അല്ലെങ്കിൽ പെർഫോമൻസും ഒക്കെ നമുക്കൊരു സർവീസ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. സർവീസിന്റെ എന്തൊക്കെയാ? നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല അല്ലേ? പിന്നെ ഒരു സ്മൈലോട് കൂടി അവരെ കൺസിഡർ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ സർവീസ് എന്ന് പറയുന്നത്. അതാണ് ഗുഡ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന കാര്യം ഒരു സർവീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിനെ നമുക്ക് ഒരു സർവീസ് ആണെന്ന് പറയാനും പറ്റില്ല അല്ലെ? എവറി ആക്ട് ആൻഡ് പെർഫോമൻസ് ഈസ് നോട്ട് കൺസിഡർ ആസ് എ സർവീസ്. അല്ലോ, എല്ലാ പ്രവൃത്തിയും പ്രകടനവും ഒന്നും സർവീസ് ആവുന്നില്ല. എ സർവീസ് ഷുഡ് ഹാവ് അഷ്യൂർഡ് ക്വാളിറ്റീസ്. സർവീസിന് ഇനി പറയുന്ന ഉറപ്പുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അഷ്യൂർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പുള്ള. ഒരു സർവീസിന് താഴെ പറയുന്ന ഉറപ്പുള്ള ഗുണങ്ങൾ, ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ക്വാളിറ്റീസ് എന്ന് നോക്കാം. ഇവിടെ 5 പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് ക്വാളിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, സർവീസിന്റെ ക്വാളിറ്റീസ് ആണ് കേട്ടോ. സർവീസ് ടു ബി എ സ്പോണ്ടേനിയസ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സർവീസ് എങ്ങനെയാണ്? സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വമേധയാ, നമ്മുടെ മനസ്സിന് സ്വന്തമായിട്ട്. ഇതൊക്കെ ആരും ഇങ്ങനെ ചിരിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമല്ല അല്ലെ? നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ സ്വമേധയ ചെയ്യുവാണെങ്കിൽ അല്ലെ, ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്നതാണ് സർവീസ് എന്ന് പറയുന്നത്. അതാണ് സർവീസിന്റെ ഒരു ക്വാളിറ്റി. എന്താണ്? സർവീസ് ടു ബി സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വമേധയാ അല്ലെങ്കിൽ സ്വതസിദ്ധമായ. അറിയില്ലാത്തൊരു മീനിങ് ഒന്ന് എഴുതി വെച്ചു. സ്വമേധയാ, സ്വന്തമായിട്ട്, നമ്മുടെ മനസ്സിൽ നിന്ന് സ്വന്തം ഇഷ്ടം തോന്നുന്നതാണ്. സ്വമേധയാ അല്ലെങ്കിൽ സ്വതസിദ്ധമായിട്ട്. വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചു കൊണ്ട് ചെയ്യുന്നതല്ല ഈ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ സർവീസ് എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? സർവീസിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്? സ്പോണ്ടേനിയസ് ആയിരിക്കണം, സ്വമേധയാ അല്ലെങ്കിൽ സ്വതസിദ്ധമായിട്ടുള്ളതായിരിക്കും, ഒന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്നവയല്ല. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ സർവീസ് എങ്ങനെയായിരിക്കണം? ഇനി ഇത് ജസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ അല്ലേ പിള്ളേരെ? ഓക്കെ അല്ലേ? ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ, നിർബന്ധമാണത്. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്. പിന്നെ നിങ്ങൾ എക്സാമിന് ഒരു പേടിക്കും വേണ്ട, നേരെ പോയി എക്സാം എഴുതാം. നമുക്ക് ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള ഇതുണ്ട് നമുക്ക് കേട്ടോ.
അപ്പൊ എന്താ പറയാ അത് കറക്റ്റ് ആയിട്ട് ഒന്ന് ഒരു പ്രാവശ്യം വായിച്ചു വെക്കുക കേട്ടോ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? സർവീസ് എന്നത് സ്വമേധയാ ഉള്ളതാണ് അല്ലെ? അത് നമ്മൾ ഒന്നും പ്രതീക്ഷ ചെയ്യുന്ന കാര്യമല്ല. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത്, ഇപ്പൊ ഞാനത് നിങ്ങളുടെ എച്ച് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ PG ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ടീച്ചിങ് ഇതെന്ന് പറഞ്ഞാൽ ഞാന് എന്താ പറയാ എന്റെ ഇഷ്ടം കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്, എന്റെ ഒരു പാഷനാണ് ഇത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, നമുക്കപ്പൊ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങളും അങ്ങനെയാണ് അല്ലെ? ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ശരിക്കും പറഞ്ഞൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയല്ലേ? ഇപ്പൊ ഈ ഇതാണെങ്കിലും കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ വേക്കൻസി വന്നിട്ട് നമ്മള് എന്താ പറയാ അവിടേക്ക് നമ്മൾ പോകാതെ ഈ ഒരു ടീച്ചിങ് ഫീൽഡ് നിൽക്കുക എന്ന് പറഞ്ഞത് നമ്മളെന്താ പണ്ട് മുതലേ നമ്മൾ ആ ഒരു ടീച്ചിങ്ങിനോട് ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ നമ്മള്? അപ്പൊ അതെന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾക്കിടെ അതായത് നമ്മളൊന്നും തിരിച്ച് അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ സ്വമേധയ അതൊക്കെ നമ്മുടെ ഓരോരുത്തർക്കും ഉള്ളിൽ, നിങ്ങളും അങ്ങനെ ചെറുതായിരുന്നപ്പോ ഉണ്ടായിരുന്നില്ല ഓരോരോ കാര്യങ്ങള് നമ്മുടെ മനസ്സിലുള്ളത് ഇല്ലേ? അല്ലെ? ഇന്നതുപോലെ ആവണം, അല്ലെങ്കിൽ ഇന്ന ഒരു ജോലിയിലേക്ക് കയറണം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നതും എന്താ പറയാ, അപ്പൊ അവിടെ ശരിക്കും എന്താ യഥാർത്ഥത്തിൽ ഒരു സർവീസാണ്. ആലോചിച്ചിട്ടുണ്ടോ? ശരിയല്ലേ? എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിന് പഠിച്ച് അല്ലെങ്കിൽ അവര് പറഞ്ഞ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോ നമുക്ക് മൊത്തത്തിൽ എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല. ശരിയല്ലേ? ആണോ? അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്കത് നമ്മൾ ആർക്കോ വേണ്ടി ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, നമുക്ക് അതിന്റെ സാലറി കിട്ടുന്നു, അത്രേ ഉള്ള ഒരു ഇതേ അവിടെ ഉണ്ടാവുള്ളൂ നമുക്ക് അല്ലെ? നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുമ്പോഴെന്താ അത് ബിക്കം എ ഗുഡ് സർവീസ്. ഒത്തിരി കുട്ടികൾ ഇതുപോലെ തന്നെ നേഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെ? ഒരു സേവനം ആഗ്രഹിച്ചിട്ട് തന്നെ അല്ലെ? പേഷ്യൻസിനെ കെയർ ചെയ്യാന് നിങ്ങളിലൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ? കുട്ടികൾ തന്നെ അവര് 10th ഇതൊക്കെ കഴിയുമ്പോ തന്നെ അവര് പറയും +2 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നേഴ്സിംഗിലേക്ക് പോവാനാണ് അവർക്ക് താല്പര്യം, അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെ? അങ്ങനെ ഇല്ലേ? അല്ലെ? അപ്പൊ അവർ ചെയ്യുന്നത് എന്താണ്, ഒരു യഥാർത്ഥത്തിലുള്ളൊരു സേവന എന്ന് പറയാ അല്ലെ? അവര് മധ്യസ്ഥത്തിന് ഇണങ്ങി അല്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ചും എന്താ അധികം ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? സ്പോണ്ടേനിയസ് ആണ്, വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ഒന്നും നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല, തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. രണ്ടാമത്തെ നോക്കിയേ, സർവീസ് ഷുഡ് ബി വോളണ്ടറി വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ. വോളണ്ടറി എന്ന് പറഞ്ഞാലും സ്വമേധയാന്ന് തന്നെയുള്ളതാട്ടോ. നമ്മൾ വേറെ ആൾക്കുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യുന്നതല്ല. സർവീസ് എങ്ങനെയായിരിക്കും? സ്വമേധയാ ഉള്ളതാണ്, വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ബാധ്യത, യാതൊരു ബാധ്യതയും ഇല്ലാതെ സ്വമേധയാ ചെയ്യുന്നതാണ്. ഒബ്ലിഗേഷൻസ്, ബാധ്യത, യാതൊരു ബാധ്യതയില്ല. ഇപ്പൊ ഞാനൊരു സർവീസ് ഞാൻ ചെയ്തു, ഇപ്പൊ എന്താ പറയാ എന്തെങ്കിലും ഷെൽവി സാബു ഇവിടെയുണ്ട്, കുട്ടിക്ക് എന്തെങ്കിലും ഞാൻ എന്റെ ഒരു സർവീസ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ബാധ്യതയുടെ ആവശ്യമില്ല അല്ലെ? ഞാൻ തികച്ചും ചെയ്തത് ഒരു സർവീസാണ്. അപ്പൊ അവിടെ പിന്നീട് ഒരു കടം പോലെ എനിക്കത് തിരിച്ച് എന്തെങ്കിലും ആയിട്ട് തരുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഒരു ബാധ്യതയും ഇല്ലാതെ സ്വമേധയാ ചെയ്യുന്നതാണ്. ഫസ്റ്റത്തേത് എന്താ പറഞ്ഞേ? ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് സർവീസ് എന്ന് പറയുന്നത്. അതാണ് സർവീസിന്റെ ഒരു ക്വാളിറ്റി. രണ്ടാമത്തെ എന്താണ്? ഒബ്ലിഗേഷൻ. കണ്ടോ? വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ, ഒരു ബാധ്യതയും ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് സർവീസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, സർവീസ് ഈസ് ആൻ ആർട്ട്. സർവീസ് എന്ന് പറഞ്ഞ ഒരു കലയാണ്. ഹെൻസ് ദ എൻഡ് കസ്റ്റമർ ഈസ് സാറ്റിസ്ഫൈഡ്. ശരിയല്ലേ? അല്ലെ? സർവീസ് എന്ന് പറഞ്ഞ കലയാണ്. അതാ നമ്മൾ പറഞ്ഞത്, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞേർന്നിട്ടുള്ള അല്ലെ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു കാര്യമാണ്. ഹെൻസ്, അതുകൊണ്ട് എന്താണ്? എൻഡ് കസ്റ്റമർ, അതിന്റെ അവസാന കസ്റ്റമർ, അതായത് ആരെ? പേഷ്യന്റ് ആണ് ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്നത് അല്ലെ? കസ്റ്റമർ എന്ന് പറയാം. അവര് എന്ത് ചെയ്യുന്നു? ഈ സാറ്റിസ്ഫൈഡ്, അവര് സംതൃപ്തരായാലല്ലേ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സർവീസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തു, അവര് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു സർവീസ് എന്ന് പറയാൻ പറ്റൂല. നമ്മൾ എന്തോ ഒരു കടമ, നമ്മുടെ എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ? അത് എന്താ പറയാ, ഈ ശരിക്കും സർവീസ് എന്ന് പറഞ്ഞത് ഒരു ആർട്ടാണ്. അതിനാല് എന്താണ്? എൻഡ് കസ്റ്റമർ അല്ലെ, അവര് സാറ്റിസ്ഫൈഡ് ആവണം, സംതൃപ്തരായിരിക്കണം. എൻഡ് കസ്റ്റമർ ഈസ്
സാറ്റിസ്ഫൈഡ്. എൻഡ് കസ്റ്റമർ, അന്തിമ ഉപഭോക്താക്കള് സംതൃപ്തരായിരിക്കണം. അങ്ങനെ അവരെ സംതൃപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു ആർട്ടാണ് സർവീസ് എന്ന് പറയുന്നത്. Then നാലാമത്തെ പോയിന്റ് നോക്കിയേ, കെയറിംഗ് വിത്ത് എ പ്ലസന്റ് സ്മൈൽ ഈസ് എ സർവീസ്. എന്താണ് കെയറിംഗ് വിത്ത് എ പ്ലസന്റ് സ്മൈൽ? നമ്മൾ പറഞ്ഞില്ലേ, മനോഹരമായ ചിരിയോടുകൂടി, അല്ലെ, ചിരിയോടുകൂടി പരിപാലിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സർവീസ്. അല്ലെ, മനോഹരമായ ഒരു ചിരിയോടുകൂടി അവരെ കെയർ ചെയ്യുന്നതാണ് ഇത് യഥാർത്ഥത്തിലുള്ള സർവീസ്. അതാണ് സർവീസിന്റെ മറ്റൊരു ക്വാളിറ്റി. എന്താണ്? കെയറിംഗ് വിത്ത് എ പ്ലസന്റ് സ്മൈൽ ഈസ് എ സർവീസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. അപ്പൊ പോയിന്റ് കൂടാതെ ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്തോ അത്. കെയറിംഗ് വിത്ത് എ പ്ലസന്റ് സ്മൈൽ ഈസ് എ സർവീസ്. ഒരു മനോഹരമായ പുഞ്ചിരിയോടുകൂടി അവരെ പരിപാലിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സർവീസ്. Then കെയറിംഗ്, ലാസ്റ്റ് പോയിന്റ് എന്താ? കെയറിംഗ് എ പേഴ്സൺ whenever there is a need. കണ്ടോ, ആവശ്യമുള്ളപ്പോഴെല്ലാം ഒരു പേഴ്സണെ കെയർ ചെയ്യുക. അതാണ് യഥാർത്ഥത്തിലുള്ള സർവീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് സർവീസിന്റെ ഒരു ക്വാളിറ്റി. കെയറിംഗ് എ പേഴ്സൺ whenever there is a need. ആവശ്യമുള്ളപ്പോഴെല്ലാം ഒരു വ്യക്തിയെ നമ്മൾ കെയർ ചെയ്യാണ്. അതാണ് സർവീസ് എന്ന് പറയുന്നത്. കിട്ടിയോ? 5 പോയിന്റ് അല്ലെ? സർവീസിന്റെ ക്വാളിറ്റി കിട്ടിയോ? ഉറപ്പുള്ള ക്വാളിറ്റീസ് ആണ്, അത് മാറുന്ന കാര്യമല്ല. ഒരു സർവീസിന് ഉണ്ടായിരിക്കേണ്ട അഷ്യൂർഡ് ക്വാളിറ്റീസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. 5 പോയിന്റ്സും ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലാക്കിയോ? എല്ലാവരും ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? വെരി ഗുഡ്. അപ്പൊ സ്പോണ്ടേനിയസ് ആണ്, സ്വമേധയാ ഉള്ളതാണ്, നമ്മളൊന്നും പ്രതീക്ഷിച്ചിരിക്കുന്നതല്ല. അടുത്തത് സ്വമേധയാ വോളണ്ടറി ആണ്, നമുക്ക് യാതൊരു ബാധ്യതയും ഇല്ല. സർവീസ് എന്ന് പറയുന്നത് എന്താണ്? എന്റെ കസ്റ്റമറിനെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു കലയാണ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മനോഹരമായ പുഞ്ചിരിയോടുകൂടി ആ വ്യക്തികളെ കെയർ ചെയ്യുന്നത്, അതാണ് സർവീസ് എന്ന് പറയുന്നത്. ദെൻ ആവശ്യമുള്ളപ്പോഴെല്ലാം അവരെ കെയർ ചെയ്യുന്നത്, അതാണ് സർവീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർവീസിന്റെ ക്വാളിറ്റി. ഓക്കെ അല്ലേ? അടുത്ത സെക്ഷനിലേക്ക് പോകാം. ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? 11th ബാച്ചിലെ കുട്ടികൾ ഉണ്ടോ ഇപ്പൊ ക്ലാസ്സില്? 11th കയറിയേക്കുന്ന കുട്ടികള് 12 13 കുട്ടികളെ എനിക്ക് ഓൾമോസ്റ്റ് അറിയാം. 11th കയറിയ കുട്ടികൾ ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ലൈവിൽ ഇരിക്കണ്ടോ? ഒന്ന് തമ്പിടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഉണ്ടോ? ഇല്ലേ? വേറെ ഒന്നും അല്ലാണ്ട് അവരോട് ഞാൻ ഒന്നുകൂടി എടുത്ത് ചോദിക്കണേ. എന്റെ ക്ലാസ്സിൽ എന്താ പറയാ, ആദ്യമായിട്ടല്ലേ ആ ക്ലാസ്സിൽ കയറുന്നത്, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. 12 13 ഉള്ള കുട്ടികൾ കുഴപ്പമില്ല, എനിക്കറിയാലോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സനില ഓക്കെ അല്ലേ? അഭിരാമി, സെൽവി ഓക്കെ? അടുത്തത് നോക്കിയേ, നെക്സ്റ്റ് പാരഗ്രാഫ് എന്താ പറഞ്ഞേക്കുന്നത്? എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അതൊന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് കിട്ടിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ ടെക്സ്റ്റ്? ടെക്സ്റ്റിലൊന്ന് നോക്കി അത് ഒന്ന് കറക്റ്റ് ചെയ്തേ. എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റർ, ADMINISTRATOR. A hospital administrator is responsible for supporting a medical industry. A hospital administrator കുറേ പഠിച്ചല്ലേ നമ്മള്? hospital administration, health and hospital administration, overview of health and hospital administration, responsibility of hospital administration, അല്ലേ? 3 ചാപ്റ്റർ തന്നെ നമ്മൾ പഠിച്ചതല്ലേ 3rd 4th മൊഡ്യൂളിലൊക്കെ ആയിട്ട്, അല്ലേ? ഇനിയിപ്പോ അതിന്റെ റെസ്പോൺസിബിലിറ്റി പറയണ്ടല്ലോ, നമുക്കറിയാലോ. ഓവറോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഓവറോൾ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും എന്താ മാനേജ് ചെയ്യുക, അല്ലെ? എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ഡെലിവറി ഓഫ് ഹെൽത്ത് കെയർ, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്, അല്ലെ? ഉറപ്പുവരുത്തുക ബൈ എൻഷുറിംഗ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ഡെലിവറി ഓഫ് ഹെൽത്ത് കെയർ, അല്ലെ? കാര്യക്ഷമമായ ഫലപ്രദമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഉറപ്പുവരുത്തുക, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്, അല്ലെ? They oversees the day-to-day activities of the hospital, all the operations of the hospital and other healthcare industry. The hospital administrator's responsibility എന്താണ്?
ഫോർ സപ്പോർട്ടിങ് ദ മെഡിക്കൽ ഇൻഡസ്ട്രി. മെഡിക്കൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ ബാക്കിൽ നിൽക്കുന്നവരാണ് അല്ലെ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നല്ലൊരു മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലേ. പഠിച്ചതല്ലേ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ സപ്പോർട്ടിംഗ് ദ മെഡിക്കൽ ഇൻഡസ്ട്രി. മെഡിക്കൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുക. Then he has to take care of doctors, nurses and other paramedical staff, patients and other employees and all the stakeholders. നോക്കിയേ, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ സപ്പോർട്ടിംഗ് ദ മെഡിക്കൽ ഇൻഡസ്ട്രി. മെഡിക്കൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക്. ഹി ഹാസ് ടു ടേക്ക് കെയർ ഓഫ്, ആരെയൊക്കെ നോക്കണം, അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ഡോക്ടേഴ്സിനെ അല്ലെ, ഡോക്ടേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും, നേഴ്സസ്, മറ്റുള്ള പാരാമെഡിക്കൽ സ്റ്റാഫ്. അറിയാലോ പാരാമെഡിക് എന്ന് പറഞ്ഞാൽ ഡോക്ടറും നേഴ്സും ഒക്കെ അല്ലാതെ ആ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെ. അസിസ്റ്റന്റ് ഡോക്ടർ ആൻഡ് നേഴ്സസ് അല്ലെ, ഡോക്ടറിനെ നേഴ്സിനെ ഒക്കെ അസിസ്റ്റ് ചെയ്യുന്നവരാണ്. ആരെ, എക്സ്റേ ടെക്നീഷ്യൻ, ലാബ് ടെക്നീഷ്യന്മാര്, ഇതൊക്കെ പാരാമെഡിക്കൽ സ്റ്റാഫിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ പാരാമെഡിക്കൽ സ്റ്റാഫ്, പേഷ്യൻസ്, അതർ എംപ്ലോയി, മറ്റുള്ള എംപ്ലോയീസ്, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ, മറ്റുള്ള പങ്കാളികളെയും എല്ലാവരെയും ടേക്ക് കെയർ അല്ലെ, അവരെയൊക്കെ എന്ത് ചെയ്യുക, പരിപാലിക്കണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസ് അതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ഡാഷ്, രണ്ടെണ്ണം തന്നിട്ട് ഓൾ ഓഫ് ദ എബോവ് അങ്ങനെ ചോദിക്കാം. ക്ലിയർ അല്ലേ രണ്ട് സെന്റൻസും? മെഡിക്കൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് കൂടാതെ ഡോക്ടർമാരെ, നേഴ്സുമാരെ, പാരാമെഡിക്കൽ സ്റ്റാഫ്, പേഷ്യൻസ്, മറ്റുള്ള എംപ്ലോയീസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവരെ എല്ലാവരെയും ചെയ്യുക, പരിപാലിക്കുക. Then നെക്സ്റ്റ് നോക്കി, ഡെവലപ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ്. ഇത് നമ്മള് ഏതാണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ വരുന്നത് കുറെയൊക്കെ. ഡെവലപ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ. Development of hospital. India, a country with a centuries-old tradition of medical science, first became familiar with the modern system of medicine in the 17th century. ഇതൊരു ഹിസ്റ്ററി പോലെ കേട്ടോ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. India, a country with a centuries-old tradition of medical science. ഇന്ത്യ എന്ന് പറയുന്നത് എന്താ? നൂറ്റാണ്ടുകള് പഴക്കമുള്ള അല്ലെ, ഒരു വൈദ്യശാസ്ത്ര പാരമ്പര്യമുള്ള ഒരു ട്രഡീഷൻ, പരമ്പരാഗതമായിട്ടുള്ള അല്ലെ, നൂറ്റാണ്ടുകള് പഴക്കമുള്ള ഒരു വൈദ്യശാസ്ത്ര പാരമ്പര്യമുള്ള ഇന്ത്യ അല്ലെ. അത് എന്താണ്, ഇന്ത്യയിലെ ഒരു മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ നിലവിൽ വന്നത് എന്താണ്, ഇൻ ദ 17th സെഞ്ചുറി. പഠിച്ചില്ലായിരുന്നോ നമ്മള് 17th സെഞ്ചുറിയിലെ കാര്യങ്ങള് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസില് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഒരു ഫസ്റ്റ് ഇന്ത്യ ബിക്കേം ഫെമിലിയർ വിത്ത് ദ മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ഇൻ ദ ഏത് സെഞ്ചുറിയിലാണ്? 17th സെഞ്ചുറി. 17th സെഞ്ചുറി, 17ാം നൂറ്റാണ്ടിലാണ് ആധുനിക വൈദ്യശാസ്ത്ര സമ്പ്രദായം ആദ്യമായി പരിചയപ്പെടുന്നത് 17th സെഞ്ചുറിയിലാണ്. India became an independent nation in 1947. നമുക്കറിയാലോ ഇൻഡിപെൻഡൻസ് ആയത് ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ആയത് 1947 ആൻഡ് ഫെഡറൽ റിപ്പബ്ലിക് ഇൻ 1915. 1950 ഫെഡറൽ റിപ്പബ്ലിക് ആയി. There have been numerous development in healthcare sectors in the post-independence period. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തില് ഇന്ത്യയില് ഹെൽത്ത് കെയറില് കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടായി. മനസ്സിലായോ? സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തില് ഇന്ത്യയില് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം അല്ലെ, ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയില് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ എന്തുണ്ടായി? കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടായി അല്ലെ. ബട്ട് the problem like higher population density എന്ന കുറച്ച് പ്രശ്നങ്ങൾ അവിടെ പറയണ്ട കേട്ടോ. higher population density എന്താണ്? ഉയർന്ന ജനസാന്ദ്രത, പോപ്പുലേഷൻ കൂടുതലായിരുന്നു, പോപ്പുലേഷൻ ഡെൻസിറ്റി. but the problems like ഈ പ്രശ്നങ്ങൾ ഏതൊക്കെയാ? higher population density ഉയർന്ന ജനസാന്ദ്രത, low socio economic status of the significant number of people ഗണ്യമായ എണ്ണം ആളുകളുടെ
ഒരു സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് പീപ്പിൾ, ഗണ്യമായ ആളുകളുടെ കുറഞ്ഞ ഒരു സാമൂഹിക സാമ്പത്തിക നില കുറഞ്ഞ എന്നുള്ളവർക്കൊന്നും അധികം സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് പറയാൻ പറ്റൂല അല്ലെ. സാമ്പത്തികമായിട്ടൊക്കെ വളരെ താഴെയായിരുന്നു അല്ലെ. അവർക്കൊന്നും അധികം പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ. ഗണ്യമായ ആളുകളുടെ കുറഞ്ഞ സാമ്പത്തിക സാമൂഹിക നില. അടുത്ത് നോക്കിയേ, ആൻഡ് ലോ ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക് എങ്ങനെയായിരുന്നു? കുറവല്ലായിരുന്നോ? ഇന്നത്തെ പോലെ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അന്ന് ആളുകള്? അല്ലല്ലോ. ലോ ലിറ്ററസി റേറ്റ്, കുറഞ്ഞ സാക്ഷരതാ നിരക്ക് ഇൻ സം പാർട്ട് ഓഫ് ദ കൺട്രീസ്, രാജ്യത്തിലെ പല ഭാഗത്ത് ഹാവ് ലീഡ് ടു പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഈ പ്രശ്നങ്ങൾ, അപ്പൊ ഈ പറഞ്ഞേക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ എന്തിലേക്ക് നയിച്ചു? മോശമായ ഒരു ഹെൽത്ത് ആരോഗ്യ സൂചകങ്ങളിലേക്ക് നയിച്ചു. ഹാവ് ലീഡ് ടു പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാരും അല്ലെ, ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി, ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ലോ ലിറ്ററസി റേറ്റ് ഇൻ ദ സം പാർട്ട് ഓഫ് ദ കൺട്രി, മൊത്തമല്ല രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലുള്ള കുറഞ്ഞ സാക്ഷരതാ നിരക്ക്, ഈ പ്രശ്നങ്ങളെല്ലാം എന്തിന് കാരണമായി? മോശമായ ഒരു ആരോഗ്യ സൂചകങ്ങളിലേക്ക് നയിച്ചു. എന്താണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ജനസംഖ്യയുടെ ഹെൽത്തിനെ മെഷർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അളക്കാവുന്ന ഒരു ഡേറ്റ പോയിന്റ് ആണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ജനസംഖ്യയുടെ ആരോഗ്യത്തെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു ഡേറ്റ പോയിന്റ് ആണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ അതൊക്കെ ഈ കാരണങ്ങളെല്ലാം എന്താണ്? ഒരു പൂർ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് കാരണമായി. India has a rich centuries-old heritage of medical and health science. India എന്തുണ്ട്? Has a rich centuries-old heritage of medical and health science. ഇന്ത്യക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുറെ സെഞ്ചുറീസ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മെഡിക്കൽ ഹെൽത്ത് സയൻസുകളുടെ സമ്പന്നമായ ഒരു പാരമ്പര്യമുണ്ട് ഇന്ത്യക്ക്. കേട്ടോ, മെഡിക്കൽ ഹെൽത്ത് സയൻസ് അതിന്റെ ഒരു സമ്പന്നമായ ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. Centuries old heritage of medical and health science. The approach of the ancient Indian medical system was one of the holistic treatment. ഒന്ന് underline ചെയ്തിട്ട് അത്. The approach of the ancient Indian medical system was one of the holistic treatment. എന്താണ് പറഞ്ഞേക്കണേ? പുരാതനമായിട്ടുള്ള ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു സമീപനം, ആ സമ്പ്രദായത്തിന്റെ ഒരു സമീപനം എന്ന് പറയുന്നത് എന്താണ്? ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമഗ്രമായ ചികിത്സാ രീതിയായിരുന്നു. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇത് നമ്മൾ ഹിസ്റ്ററി പഠിച്ചില്ലേ? അതുപോലെ നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാനുള്ളത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ബാക്കിയിട്ട് നമ്മളൊരു ഹിസ്റ്ററി കേൾക്കണ പോലെ ഇങ്ങനെ കേട്ട് വെക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പുരാതന ചികിത്സാ സമ്പ്രദായത്തിന്റെ സമീപനം എങ്ങനെയായിരുന്നു ആ ട്രീറ്റ്മെന്റ്? ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് അല്ലെ. ഹോളിസ്റ്റിക് ആണ്, ഒരു സമഗ്രമായ ചികിത്സാ സമ്പ്രദായമായിരുന്നു. The history of healthcare India can be traced Vedic times, then 500 BC. Okay, BCE. Before BCE എന്താ? Before Common Era. Okay, എന്താ നോക്കിയേ അടുത്ത് പറയുന്നത്? The history of healthcare India can be traced to the Vedic times. ഏത് സമയത്തായിരുന്നു ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ആ ഒരു ചരിത്രം എന്ന് പറയുന്ന ഹിസ്റ്ററി എവിടെ നിന്നായിരുന്നു? വേദകാലത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഉണ്ടോ? The history of healthcare India can be traced. എവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? വേദിക് ടൈംസ്, വേദകാലങ്ങളിൽ നിന്ന് നമുക്ക് ആ ഹെൽത്ത് കെയറിന്റെ, ഇന്ത്യയിലെ ഹെൽത്ത് കെയറിന്റെ ഹിസ്റ്ററി നമുക്ക് അറിയാൻ പറ്റും. 500 ആട്ടോ അത്. 500 BCE എന്നാണ് കേട്ടോ. 5000 അല്ല കേട്ടോ, 500 ആണ്. 500 ഒന്ന് കറക്റ്റ് ചെയ്തേരെ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും വായിക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോട്ടോ നിവേദ്യ. ഓക്കെ, 500 BCE എന്നായിരുന്നു. അപ്പൊ ഹെൽത്ത് കെയറിന്റെ ഹിസ്റ്ററി നമുക്ക് എവിടുന്ന് ട്രേസ് ചെയ്യാൻ പറ്റുക? എവിടുന്ന് കണ്ടെത്താൻ പറ്റൂന്ന് പറഞ്ഞ്? വേദിക് ടൈംസ്, വേദകാലങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അടുത്ത് നോക്കി, വിച്ച് ഡിസ്ക്രിപ്ഷൻ ഓഫ് ധന്വന്തിരി കേട്ടിട്ടുണ്ടോ? ധന്വന്തിരിയുടെ
ദ ഹിന്ദു ഗോഡ് ഓഫ് മെഡിസിൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തു, ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ധന്വന്തിരി ദ ഹിന്ദു ഗോഡ് ഓഫ് മെഡിസിൻ അല്ലെ, അതായത് നമ്മുടെ ഹൈന്ദവ വൈദ്യശാസ്ത്ര ദേവനായ ധന്വന്തിരി അല്ലെ എമർജ് ചെയ്തത്. ഇൻ വിച്ച് ദ ഡിസ്ക്രിപ്ഷൻ, അതില് നമ്മൾ ആ ധന്വന്തിരിയുടെ ഡിസ്ക്രിപ്ഷൻ അവിടെ ഉയർന്നു വന്നു ആ ഒരു ടൈമില് കേട്ടാ. അഥർവവേദ വൺ ഓഫ് ദ 4 വേദാസ്. 4 വേദങ്ങള് ഏതൊക്കെയാണ്? 4 വേദങ്ങള് ഏതൊക്കെയായിരുന്നു? ഋഗ്വേദ, സാമവേദ, യുജുർവേദ ആൻഡ് അഥർവവേദ. അപ്പൊ 4 വേദങ്ങൾ ഉണ്ടല്ലോ നമുക്ക്. ആ 4 വേദങ്ങളിലെ ഒരെണ്ണമാണ് അഥർവവേദ എന്ന് പറയുന്നത്. ഈ അഥർവവേദ എന്ന് പറയുന്നത് വൺ ഓഫ് ദ 4 വേദാസ്, 4 വേദങ്ങളിലെ ഒന്നായ അഥർവവേദനെ എന്താ കൺസിഡർഡ് ടു ഹാവ് എ പ്രിപ്പോസിറ്റ് ടു ദ ആയുർവേദ. കണ്ടോ, 4 വേദങ്ങളില് ഒരു വേദമാണ് അഥർവവേദ. ഈ അഥർവവേദത്തെയാണ് എന്താ ആയുർവേദം, അഥർവവേദമാണ് ആയുർവേദമായി പുരോഗമിച്ചത്, പുരോഗമിക്കുക എന്നാണ് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. 4 വേദങ്ങളിലും അഥർവവേദയാണ് ആയുർവേദമായി പുരോഗമിച്ചത്. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ, അഥർവവേദ, ആയുർവേദ. അണ്ടർലൈൻ ചെയ്തോ അത്. 4 വേദങ്ങളിൽ ഒന്നായ അഥർവവേദയാണ് ആയുർവേദമായിട്ട് എന്ത് ചെയ്തത്, അത് പുരോഗമിച്ചത്. അടുത്ത് നോക്കിയേ, ആയുർവേദ എ ട്രഡീഷണൽ ഇന്ത്യൻ ഫോം ഓഫ് ഹോളിസ്റ്റിക് മെഡിസിൻ. പഠിച്ചില്ലേ? ആയുർവേദമൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ? ആയുർവേദ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത്. ആയുർവേദ എ ട്രഡീഷണൽ ഇന്ത്യൻ ഫോം ഓഫ് ഹോളിസ്റ്റിക് മെഡിസിൻ. ഇതാണ് പറഞ്ഞേക്കണേ, പരമ്പരാഗത ചികിത്സാ രീതി അല്ലെ, പരമ്പരാഗത ഇന്ത്യൻ ചികിത്സാ രീതിയാണ് ആയുർവേദ എന്ന് പറയുന്നത്. ആയുർവേദ ആരാണ് ഫാദർ? അതും പഠിച്ചായിരുന്നല്ലോ നമ്മള്. ആയുർവേദത്തിന്റെ ഫാദർ ഓക്കെ, വെരി ഗുഡ്. അശ്വതി ചരകയാണ് അല്ലെ. അതൊന്ന് ഇവിടെ നോക്കിക്കോട്ടോ. പേജിലും നമ്മൾ ഇതിന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ദ ഫാദർ ഓഫ് ആയുർവേദ ചരക. അടുത്ത താഴെ പറയുന്നുണ്ട്, ദ ഫിലോസഫി ഓഫ് ആയുർവേദ ചരക സംഹിത. ചരകന്റെ ടെക്സ്റ്റ് ആണല്ലോ അല്ലെ. ദ ഫേമസ് ട്രീറ്റീസ് ഓഫ് മെഡിസിൻ കമ്പൈൻഡ് ബൈ ദ ചരക. ചരകന്റെ ഒരു പ്രബന്ധം, ചരകൻ രചിച്ചിട്ടുള്ള മെഡിക്കൽ ട്രീറ്റീസ് ഒരു പ്രബന്ധമാണ് ചരക സംഹിത. അപ്പൊ ആയുർവേദത്തിന്റെ ഫാദർ ആണ് ചരക. ചരകന്റെ ടെക്സ്റ്റ് ഏതാണ്? ചരകൻ എഴുതിയ പ്രബന്ധം ഏതാണ്? ചരക സംഹിത. ഇത് രണ്ടും നമ്മൾ അവിടെ പഠിച്ചതാണ് അല്ലെ, ചരക സംഹിത. The famous treatise on the medicine compiled by Charaka and the surgical skill pronounced by the Sisruta. പിന്നെ ഒരാളുടെ കാര്യം നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ആരെയാണ്? സിശ്രുതേനെ കുറിച്ച് പഠിച്ചില്ലേ? സിശ്രുതേനെ എന്താ അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് സർജറി. അതും കൂടി സർജറി, വെരി ഗുഡ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചവിടെ. സിശ്രുത, ദ ഫാദർ ഓഫ് സർജറി and the surgical skill pronounced by Sisruta. Sisruta അവിടെ സർജിക്കൽ സ്കിൽ, അദ്ദേഹം സർജറിയിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ അതിനകത്ത്, the father of Indian surgery bears testimony to the ancient tradition of scientific healthcare among the Indian people. ടെസ്റ്റിമോണി എന്ന് പറഞ്ഞ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാ. സാക്ഷ്യം വഹിക്കുക, ടെസ്റ്റിമോണി, സാക്ഷ്യം വഹിക്കുക. അപ്പൊ എന്താ പറഞ്ഞേ? ഇന്ത്യൻ സർജറിയുടെ പിതാവായിട്ടുള്ള സിശ്രുതൻ രചിച്ച, നമ്മൾ ഉദ്കരിച്ച ആ ശസ്ത്രക്രിയാ വിധികളെ കുറിച്ച് അല്ലെ. അത് ഇന്ത്യയിലെ ജനങ്ങളുടെ എന്താണ് ആരോഗ്യ ശസ്ത്രക്രിയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ പാരമ്പര്യത്തിന് ഒരു സാക്ഷ്യം വഹിച്ചു. ഇപ്പൊ 2 കാര്യങ്ങളാണ് അവിടെ നമ്മൾ നോക്കണ്ടേ കേട്ടോ. ആയുർവേദത്തിന്റെ ഫാദർ ചരക, ചരകന്റെ ടെക്സ്റ്റ് ആണ് ഫേമസ് ട്രീറ്റീസ്, പ്രബന്ധമാണ് ചരക സംഹിത. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു സർജറിയിൽ കുറെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയതാണ് ശുശ്രുത എന്ന് പറയുന്നത്. ഫാദർ ഓഫ് സർജറി എന്നാണ്, ഫാദർ ഓഫ് ഇന്ത്യൻ സർജറി എന്നാണ് ശുശ്രുതൻ അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ എന്താണ്? അപ്പൊ ഇന്ത്യൻ ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിലെ ഇവർ 2 പേരും അല്ലെ, അതിനൊക്കെ സാക്ഷ്യം വഹിച്ച വ്യക്തികളാണ് ഇവരൊക്കെ. ഹിസ്റ്റോറിക്കലി ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ വെയർ ദോസ് ബിൽഡ് ബൈ കിങ് അശോക. അതും പഠിച്ചല്ലേ? ആർക്കുടെ കാലത്താണ് നമ്മള് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഹോസ്പിറ്റൽ ഫോം ചെയ്തത്? ഏതാ? കിങ് അശോക, അശോക ചക്രവർത്തിയുടെ കാലത്തായിരുന്നു. അണ്ടർലൈൻ ചെയ്തോ?
അശോക രാജാവിന്റെ കാലഘട്ടത്തായിരുന്നു ഒരു മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഹോസ്പിറ്റൽ ഇന്ത്യയിൽ നിലവിൽ വന്നത്. മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ വെയർ ദോസ് ബിൽഡ് ബൈ കിങ് അശോക. ആരുടെ കാലത്തായിരുന്നു? കിങ് അശോകന്റെ കാലത്തായിരുന്നു. 273 to 232 BCE. That medicine based on Indian medical principles was taught in a University of Taxila. Taxila എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തക്ഷശില തന്നെയാണ് കേട്ടോ. ടാക്സില എന്ന് പറഞ്ഞാൽ തക്ഷശില. നാളന്ത തക്ഷശില യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? അല്ലെ? ഇന്ത്യൻ നമ്മുടെ വൈദ്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഈ വൈദ്യശാസ്ത്രം ഏത് യൂണിവേഴ്സിറ്റിയിലൊക്കെ? തക്ഷശില, നളന്ദ അല്ലെ ടാക്സില, നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു എന്നുള്ളത്. നമ്മൾ ആർത്രയെ കുറിച്ചൊക്കെ പഠിച്ചതാണ് അല്ലെ. Medicine based on Indian medical principles was taught in the University of Taxila and Nalanda. Taxila എന്ന് പറഞ്ഞാൽ തക്ഷശിലനെ തന്നെ പറയുന്ന കേട്ടോ. നളന്ദ, തക്ഷശില യൂണിവേഴ്സിറ്റികളിൽ എന്ത് ചെയ്തു? നമ്മള് ഇത് ഒരു എന്താ പറയാ വൈദ്യശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രം അത് ആ നളന്ദ, തക്ഷശില യൂണിവേഴ്സിറ്റികളിൽ അത് പഠിപ്പിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ അവിടെ കുറച്ച് പേരുകളൊക്കെയാണ് വന്നേക്കുന്നത്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത് ആർക്കടെ കാലത്താണ്? കിങ് അശോകന്റെ കാലത്താണ്. പിന്നെ അവിടെ പറഞ്ഞേക്കുന്നത് ഒരു മെഡിസിൻ ബേസ്ഡ് ഓൺ ഇന്ത്യൻ മെഡിക്കൽ പ്രിൻസിപ്പിൾസ്, ഒരു വൈദ്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനം അത് നളന്ദ, തക്ഷശില യൂണിവേഴ്സിറ്റികളിൽ അത് പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത പാരഗ്രാഫും കൂടി നോക്കാം കേട്ടോ. ആയുർവേദ അപ്ലൈസ് ദ ത്രിദോഷ തിയറി ഓഫ് ഡിസീസ്. ആയുർവേദം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചതാണ് അല്ലെ. അവിടെ ഏതാ? ത്രിദോഷ തിയറി ഓഫ് ഡിസീസ്. ഏതൊക്കെയായിരുന്നു 3 ദോഷങ്ങൾ നമ്മൾ പറഞ്ഞത്? ആയുർവേദത്തിൽ പറഞ്ഞ 3 ദോഷങ്ങള് ഏതൊക്കെയായിരുന്നു? പിത്ത, വാത, കഫ അല്ലെ. 3 ദോഷങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ആയുർവേദ അപ്ലൈസ് ദ ത്രിദോഷ തിയറി ഓഫ് ഡിസീസ്. ആയുർവേദം അപ്പൊ ഏത് തിയറിയിലാണ് നമ്മൾ അത് നിലനിൽക്കുന്നത്? അല്ലെങ്കിൽ ഇതാണ് തിയറിയാണ് അവിടെ ഉപയോഗിക്കുന്നത്? ത്രിദോഷ തിയറി. അണ്ടർലൈൻ ചെയ്തോട്ടോ. ആയുർവേദ അപ്ലൈസ് ദ ത്രിദോഷ തിയറി ഓഫ് ഡിസീസ്. ആയുർവേദം ത്രിദോഷ തിയറിയാണ് എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. 3 ദോഷങ്ങള് നോക്കിയേ. ത്രിദോഷ ഡിഫൈൻസ് 3 ദോഷാസ് അല്ലെ. ത്രിദോഷ എന്ന് പറഞ്ഞാൽ അറിയാലോ 3 ദോഷങ്ങളാണ്. ത്രിദോഷ എന്ന് പറയുമ്പോ തന്നെ അറിയാലോ ത്രിദോഷ എത്രയാ? 3 ദോഷങ്ങള് ഓർ ബയോളജിക്കൽ എലമെന്റ്സ് വിച്ച് ആർ കൺസേൺ ടു ദ പേഷ്യന്റ് ഹെൽത്ത് അല്ലെ. അതായത് 3 ദോഷങ്ങള് അല്ലെങ്കിൽ 3 ബയോളജിക്കൽ എലമെന്റ് ജൈവ ഘടകങ്ങള് ത്രിദോഷത്തെ നിർവചിക്കുന്നു. ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? അതാണ് ആ പേഷ്യന്റ് ഹെൽത്തിന് നമ്മൾ പറഞ്ഞില്ല, അതിന്റെ സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആരോഗ്യം. അതിൽ ഏതെങ്കിലുമൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ, അതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ വരികയാണെങ്കിൽ അതാണ് രോഗം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആയുർവേദത്തിൽ എന്താ ചെയ്യുന്നത്? അതിനെ 3നെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലെ. അതിൽ ഏത് ദോഷമാണ് കോപിച്ചേക്കുന്നത്? വാതാണോ, പിത്താണോ, കഫാണോ? ആ 3 ദോഷങ്ങളിൽ ഏതാണ് കോപിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് ആയുർവേദം എന്നാ നമ്മൾ പറഞ്ഞത് അല്ലെ. ഇവിടെ അത് തന്നെയാ പറഞ്ഞേക്കുന്നത്. ത്രിദോഷ എന്ന് പറഞ്ഞാൽ എന്താ? 3 ദോഷാസ് ആണ്, ഒരു ബയോളജിക്കൽ എലമെന്റ്സ് വിച്ച് കൺസേൺ ടു ദ പേഷ്യന്റ് ഹെൽത്ത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ പേഷ്യന്റിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. അത് ഈക്വൽ ആയിട്ട് ഇക്വിലിബ്രിയം ആണ്, സമഗ്രമായ അവസ്ഥയാണ്, ഒരു പ്രശ്നമില്ല. അതിൽ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. വാത വിൻഡ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിത്ത, ഗാൾ ആൻഡ് കഫ മ്യൂക്കസ്. Then disease is considered as an imbalance in the equilibrium of the 3 doshas. കണ്ടോ? According to ആയുർവേദ അനുസരിച്ച് ത്രിദോഷ എന്ന് പറയുന്നത് അല്ലെ, അതിന്റെ ആ 3 ഇതിന്റെയും ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇംബാലൻസ് വരുന്നതാണ് അല്ലെ. ആ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് ആണ് ഡിസീസ് എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ നമ്മൾ പഠിച്ചത്? അണ്ടർലൈൻ ചെയ്തിട്ടേ.
Disease is described an imbalance in the equilibrium of the three doshas. കണ്ടോ, 3 ദോഷങ്ങളുടെയും ആ ഇക്വിലിബ്രിയം ഒരേപോലെ ഇരിക്കുന്നത് അല്ലെ, അത് കറക്റ്റ് അളവിൽ നിൽക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ ആ ഇക്വിലിബ്രിയത്തിലെ ഇംബാലൻസ്, ബാലൻസ് അല്ലാത്തത്, ഒരെണ്ണം കൂടി കുറഞ്ഞൊക്കെ ഇരിക്കാം അല്ലെ, ഇംബാലൻസ്, അതാണ് ഡിസീസ് എന്നാണ് പറയുന്നത്. Then a concept similar to the theory proposed by the Greek medicine, then other ancient system of medicine like Unani and homeopathy, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ വീണ്ടും പഠിക്കാണ്ട് കേട്ടോ. യുനാനി, ഹോമിയോപ്പതി ഒക്കെ പഠിക്കാണ്ട്. അപ്പൊ ഇതിനകത്തെ പോലെയുള്ള സിമിലർ കൺസെപ്റ്റുകളാണ് അല്ലെ. യുനാനിയും ഏകദേശം നമ്മൾ പറഞ്ഞില്ലേ, ഇതുപോലെയൊക്കെയാണ്. യുനാനി ആൻഡ് ഹോമിയോപ്പതി ആർ നോട്ട് ദി ഇന്ത്യൻ ഒറിജിൻ. ഇതൊന്നും യുനാനി, ഹോമിയോപ്പതി ഒക്കെ ഇന്ത്യയിലല്ല ഒറിജിൻ എങ്കിലും ബട്ട് ആർ പോപ്പുലർ ഇൻ ഇന്ത്യ ഈവൻ ടുഡേ. പക്ഷെ ഇന്ത്യയില് ഇപ്പൊ അത് പോപ്പുലർ ആണ്. യുനാനി ട്രീറ്റ്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? യുനാനി, ഹോമിയോപ്പതി ഒക്കെ കഴിക്കുന്നവരുണ്ടോ? അത് ഇന്ത്യയിലല്ല ഒറിജിൻ. യുനാനി ഏതാണ്, അതുപോലെ തന്നെ ഹോമിയോപ്പതി, ഇതൊക്കെ ഇന്ത്യയിലല്ല ഒറിജിൻ എങ്കിലും എന്താണ്, ഇന്നും വൈദ്യശാസ്ത്ര സമ്പ്രദായത്തില് ഇന്ത്യയില് നമ്മള് എന്താണ്, ഇന്നും പ്രചാരത്തിലുണ്ട്. അതായത് ഈ നമ്മുടെ യുനാനി, അതുപോലെ തന്നെ ഹോമിയോപ്പതി, ഈ മെഡിസിൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നവര്, കഴിക്കുന്നവരെല്ലാം ഇന്ത്യയിലുണ്ട്. എന്താ പറയുന്നത്, ഇറ്റ്സ് ബട്ട് ആർ പോപ്പുലർ ഇൻ ഇന്ത്യ ഈവൻ ടുഡേ. ഇന്ത്യയില് അത് പോപ്പുലർ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ എന്താ നമ്മൾ പറഞ്ഞത്, ആയുർവേദത്തെ കുറിച്ചാണ്. ഹോമിയോപ്പതി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത്രയും എന്താ പറയാ, നമ്മൾ കഴിച്ച ഉടനെ മാറില്ല എന്നുള്ളൂ അല്ലെ. ഹോമിയോപ്പതി ഇച്ചിരി സാവധാനേ മാറുള്ളൂ. അത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ ഹോമിയോപ്പതി, ഫാദർ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുള്ളതാണ് അല്ലെ. ഇംഗ്ലീഷ് മരുന്നാണോ ഹോമിയോപ്പതി ആണോ പെട്ടെന്ന് മാറുന്നേ? ഏതാ മാറുന്നേ വേഗം? ഇംഗ്ലീഷ് മെഡിസിൻസ് തന്നെയല്ലേ അല്ലെ. ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെയല്ലേ നമ്മൾ പെട്ടെന്ന് കഴിച്ചാൽ മാറും. പക്ഷെ ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെ, അതായത് അലോപ്പതി മരുന്നുകൾ അല്ലെ, ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് മാറുക. എന്നാൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അത് ഇച്ചിരി സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലെ. അത് നമ്മൾ റെഗുലർ ആയിട്ട് അത് കഴിച്ച് അത് ഫോളോ ചെയ്ത് നമ്മുടെ ബോഡി അതിനോട് ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ഇത് മാറും. അത് ഒരു ദിവസം 2 ദിവസം കഴിച്ചാൽ മാറില്ല. അത് നമ്മൾ കുറച്ച് നാളുകൾ അടുപ്പിച്ച് ഹോമിയോ മരുന്നുകൾ കഴിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് എന്താ പറയാ രോഗങ്ങൾ മാറുന്നത്. അപ്പൊ യുനാനി, ഹോമിയോപ്പതിയും ഇന്ത്യയിലല്ല ഒറിജിൻ എങ്കിൽ പോലും എന്താണ്, ഇന്ത്യയിൽ അത് പോപ്പുലർ ആണ്. കണ്ടോ, അപ്പൊ അതിനകത്ത് ആയുർവേദ 3 ദോഷങ്ങൾ പറയുന്നുണ്ട്. വാത, പിത്ത, കഫ, ഈ 3 ദോഷങ്ങളുടെയും ഇംബാലൻസ് അല്ലെ, അതിന്റെ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് ഇത് ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ആയുർവേദത്തിൽ പറയുന്നത് രോഗം എന്ന് പറയുന്നത്. ഹോമിയോപ്പതി ഈസ് ബെറ്റർ ആണ്, സൈഡ് എഫക്ട്സ് ഒന്നുമില്ല അല്ലെ. അതാണ് ഓക്കെ. അവിടെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അധികം പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അത് ബെറ്റർ ആണ്. പിന്നെ എന്താ പറയാ, പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് ആ 3ന്റെയും എന്താ പറയാ ഇംബാലൻസ് ആണ് ഡിസീസ് എന്നാണ് ആയുർവേദം പറയുന്നത്. അതേപോലെ തന്നെയുള്ളതാണ് യുനാനി, ഹോമിയോപ്പതി ഒക്കെ. ഇതൊന്നും ഇന്ത്യയിലല്ല ഒറിജിനെങ്കിൽ പോലും ഇന്ത്യയില് ഇപ്പോഴും അത് പ്രചാരത്തിലുണ്ട്. ഇന്നെടുത്ത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ, തന്നെ മറക്കരുത്. വീണ്ടും ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മൊത്തത്തിൽ കൂട്ടിയിടുമ്പോ പാടായിരിക്കും. ഇന്നൊരു 10 മിനിറ്റ് മതി, ഒറ്റ പ്രാവശ്യം ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ക്ലാസ്സിൽ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മെസ്സേജ് ചെയ്തിടാ. എടുക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോകുക കേട്ടോ. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എക്സാമിന് എന്താ പറയാ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ 5 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കും. നാളത്തേക്ക് നിങ്ങൾക്ക് അത് കിട്ടും. അത് പതിവ് പോലെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിന്റെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അതും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാൻ പറ്റുമെന്ന് അറിയണ്ടേ അല്ലെ. നമ്മൾ ക്ലാസ്സിലൊക്കെ കേട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളത് കൂടി അറിയാനും കൂടി വേണ്ടിയുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അധികം ഇല്ല, ആദ്യത്തേനകത്ത് കുറച്ച് പടമൊക്കെ ആയതുകൊണ്ടാണ് 2-3 പേജ് അങ്ങോട്ട് നമ്മൾ കവർ ചെയ്ത്, ഒരു പേജ് 2, 3-ാമത്തെ പേജ് നമ്മൾ എടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഇനിയിപ്പോ കുറച്ചൊക്കെ എടുക്കുള്ളൂ. നമ്മൾ ആദ്യത്തെ കുറച്ച് പടമൊക്കെ ആയിട്ട് പോയല്ലോ, എന്നാൽ പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതുമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഫസ്റ്റത്തെ ഹോസ്പിറ്റൽ എന്താണെന്നുള്ള ഒരു ഡെഫിനിഷനും അത് ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസ് ആണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ക്വാളിറ്റീസ് പറഞ്ഞു. 5 പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം.
5 പോയിന്റ്സും മനസ്സിലാക്കി വെക്കുക. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ച് 2 പോയിന്റ് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഹിസ്റ്ററി പോലെ തന്നെ അതിനകത്ത് ഓരോ ഇതും പറഞ്ഞേക്കണം കേട്ടോ. ചരകിനെ കുറിച്ച്, സിസ്റ്റത്തിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലാസ് നെക്സ്റ്റ് മാം ഇനി ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.